ഇപ്പോൾ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ISRO ചാരക്കേസ് കെട്ടിച്ചമച്ചത് CI വിജയൻ എന്ന് CBI. ചാരക്കേസ് ഗൂഢാലോചനയെന്ന് CBI കുറ്റപത്രം. നമ്പി നാരായണനെ അറസ്റ്റ് ചെയ്തത് തെളിവില്ലാതെയെന്നും CBI പറയുന്നു. വിവരങ്ങളുമായി ഇപ്പോൾ ഷബ്ന സിയാദ് ചേരുകയാണ്. ഷബ്ന, ഒരുപാട് കോൺഗ്രസിൻ്റെയൊക്കെ ഒരുപാട് ഉന്നത നേതാക്കൾക്ക് എതിരെ വന്ന ഒരു കേസ് ഏറ്റവും ഒടുവിൽ ഇത് CI മാത്രം ഒതുക്കുകയാണോ CBI? രുചീഷ്, ഈ കേസുമായി ബന്ധപ്പെട്ട് CBI കുറ്റപത്രത്തിൽ 5 പ്രതികളാണുള്ളത്. മുൻ DGPമാരായ RD ശ്രീകുമാർ, സിബി മാത്യൂസ്, അതുപോലെ പോലീസ് സേനയിൽ നിന്ന് തന്നെ വിരമിച്ച S വിജയൻ, KK ജോഷ, മുൻ IB ഉദ്യോഗസ്ഥനായ PS ജയപ്രകാശ്. ഈ 5 പേരാണ് പ്രതികൾ. ഇപ്പോൾ നേരത്തെ ഈ കുറ്റപത്രം തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ CBIയുടെ ഡൽഹി യൂണിറ്റ് സമർപ്പിച്ചിരുന്നു. ഇതിന്റെ വിശദാംശങ്ങൾ ഇപ്പോൾ മാത്രമാണ് പുറത്തു വരുന്നത്. ഈ കുറ്റപത്രത്തിലെ വിശദാംശങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ CBI തന്നെ കണ്ടെത്തിയിട്ടുള്ളത് CI ആയിരുന്ന വിജയന്റെ ഭാവനാ സൃഷ്ടിയാണ് ഈ ISRO ചാരക്കേസ് എന്ന രീതിയിലാണ് ഈ കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത്. സ്പെഷ്യൽ ബ്രാഞ്ച് CI ആയിരിക്കും വിജയൻ ആദ്യം ഈ ഫൗസിയെയും മറിയം റഷീദയും വിസ ചട്ടം ലംഘിച്ചതിന് കസ്റ്റഡിയിൽ എടുക്കുന്നു. അവർക്കെതിരെ ഫോറിനേഴ്സ് ആക്ട് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്ത് ഇവരെ തടങ്കലിൽ വെക്കുന്നു. പിന്നീടാണ് ഇത് ചാരവൃത്തി എന്ന രീതിയിലേക്ക് മാറുന്നത്. അതിനുശേഷം ഈ കേസ് പ്രത്യേക സംഘം ഏറ്റെടുക്കുന്നു. അതിനുശേഷമാണ് സിബി മാത്യൂസ് ഉൾപ്പെടെയുള്ളവർ ഈ അന്വേഷണ സംഘത്തിന്റെ ഭാഗമാകുന്നത്. സിബി മാത്യൂസിന് വേണ്ടി SP ആയിരുന്ന ജോഷുവ ഇതിൽ കുറ്റപത്രം തയ്യാറാക്കി, അല്ലെങ്കിൽ ആ രീതിയിൽ ഈ കേസ് ഫ്രെയിം ചെയ്തു എന്നാണ് CBI ഇപ്പോൾ ഈ കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നത്. ഈ ചോദ്യം ചെയ്യലിനിടെ നമ്പി നാരായണനെ മർദ്ദിച്ച് മൃതപ്രായനാക്കി എന്നാണ് CBIയുടെ കുറ്റപത്രത്തിൽ പറയുന്നത്. ഇവരുടെ വീടുകളിലെല്ലാം തന്നെ റെയ്ഡ് നടത്തിയിരുന്നു. ഒന്നും തന്നെ കണ്ടെത്താനായില്ല. അതുപോലെ ഈ ഉദ്യോഗസ്ഥന്റെ, അതായത് വിജയൻ എന്ന ഉദ്യോഗസ്ഥന്റെ ഭാവനാ സൃഷ്ടിയിൽ നിന്നാണ് ഇത്തരം ഒരു കേസ് ഉണ്ടായത് എന്നാണ് CBIയുടെ ഡൽഹി യൂണിറ്റിന്റെ കണ്ടെത്തൽ. മറ്റൊന്ന് IBയിലെ ഉദ്യോഗസ്ഥരെ 2 പേരെ പ്രതി ചേർത്തിട്ടുള്ളത്. പോലീസ് സംഘം ഈ IB ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യാൻ അനുവദിച്ചു. IB ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്യുമ്പോൾ മറിയം റഷീദയും നമ്പി നാരായണനെയും മർദ്ദിച്ചിരുന്നു എന്നാണ് CBI കുറ്റപത്രത്തിൽ പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ശ്രീകുമാറിനെയും ജയപ്രകാശ് എന്ന ഉദ്യോഗസ്ഥനെയും പ്രതി ചേർത്തിട്ടുള്ളത്. ഏതായാലും 5 പേരെ പ്രതി ചേർത്താണ് കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത്. വലിയൊരു ഗൂഢാലോചനയായിരുന്നു എന്നാണ് CBIയുടെ കണ്ടെത്തൽ. ഷബ്ന, അതോടൊപ്പം രാജ്യത്തിന് ഒരുപാട് സംഭാവന നൽകേണ്ട ഒരു ശാസ്ത്രജ്ഞനെ ഇത്തരത്തിൽ നാടിന് മുന്നിൽ മോശക്കാരനാക്കാൻ വേണ്ടി കെട്ടിച്ചമച്ച ഒരു ചാരക്കേസ്, അത് ഏറ്റവും ഒടുവിൽ ഉദ്യോഗസ്ഥരുടെ പേരിലേക്ക് തന്നെ അത് അന്വേഷണ സംഘം തന്നെ എത്തുന്നത് എന്തായാലും വളരെയധികം ഒരു പ്രതീക്ഷ നൽകുന്നത് തന്നെയാണ്. ഈ കുറ്റപത്രത്തിൽ ഇനി ഉള്ള നടപടികൾ, ഈ പ്രതികൾക്കെതിരെയുള്ള ഇനിയുള്ള നടപടികൾ എങ്ങനെയായിരിക്കും? രുചീഷ്, നേരത്തെ തന്നെ CJM കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട കുറ്റപത്രം സമർപ്പിച്ചു. ഈ കുറ്റപത്രം ഇനി ഇതിന്റെ വിചാരണ കോടതിയിലേക്കാണ് അയക്കേണ്ടത്. CJM കോടതി ഇത് വിചാരണ കോടതിയിലേക്ക് അയച്ച് പ്രതികൾക്ക് സമൻസ് അയക്കും. സമൻസ് അയച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും സമൻസ് അയച്ചതിന് ശേഷമായിരിക്കും ഇതിന്റെ വിചാരണ നടപടികളിലേക്ക് ഹാജരാകുക. ഈ 5 ഉദ്യോഗസ്ഥരും സമൻസ് അയച്ചതിനെ തുടർന്ന് കോടതിയിൽ ഹാജരാകേണ്ടി വരും. അതിനുശേഷമായിരിക്കും വിചാരണ നടപടികൾ ആരംഭിക്കുക. അതോടൊപ്പം നമുക്ക് ഈ കേസിൻ്റെ നാൾവഴികൾ ഒരു പക്ഷേ നമുക്ക് ഓർമ്മയുണ്ടാവും. കാരണം അന്ന് ഈ നമ്പി നാരായണനെ ഇത്തരത്തിൽ ഒരു കേസിൽ, ചാരക്കേസിൽ കുടുക്കുന്നു. അത് 2 യുവതികളുമായി ഇത്തരത്തിൽ രാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ ചോർത്തി ഒരു ശാസ്ത്രജ്ഞൻ രഹസ്യം ചോർത്തുന്നു എന്ന വാർത്ത വലിയ തരത്തിൽ മാധ്യമങ്ങളിലൊക്കെ കൊട്ടിഘോഷിച്ചാണ്. പിന്നീട് അദ്ദേഹത്തിന് ഇത് നഷ്ടപരിഹാരം പോലും നൽകുന്ന സാഹചര്യത്തിലേക്ക് സുപ്രീം കോടതി വിധി വരെ വന്ന ഒരു കേസാണ്. ഏറ്റവും ഒടുവിൽ അത് ഉദ്യോഗസ്ഥരിലേക്ക് പോകുന്നു. അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് തെളിഞ്ഞതിന് ശേഷം അത് ഉദ്യോഗസ്ഥരിലേക്ക് പോകുന്ന ഒരു സാഹചര്യം എങ്ങനെയാണ്? തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട് നമ്പി നാരായണൻ തന്നെ ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതിയിൽ നിന്ന് പിന്നീട് സുപ്രീം കോടതിയിൽ എത്തുകയും ചെയ്തു. നമ്പി നാരായണന് നഷ്ടപരിഹാരം നൽകണം എന്ന കോടതി തന്നെ നിർദ്ദേശിക്കുകയും അത് സർക്കാരിലേക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. അന്ന് തന്നെ കോടതികൾ കണ്ടെത്തിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് വലിയ ഗൂഢാലോചന ഇതിന് പിന്നിൽ നടന്നിട്ടുണ്ട്. ഈ കേസുമായി ഇപ്പോൾ CBI കണ്ടെത്തിയതിന് സമാനമായ കണ്ടെത്തൽ കോടതികളിൽ നിന്ന് നേരത്തെ തന്നെ വന്നതാണ്. കാരണം ഈ നഷ്ടപരിഹാരം നൽകണം എന്ന് കോടതി വിധിക്കാനുണ്ടായ സാഹചര്യം തന്നെ ായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ CBI ഈ കേസ് ഏറ്റെടുക്കണം എന്നൊരു ആവശ്യം ഉന്നയിക്കുകയും അത്തരത്തിൽ CBI കേസ് ഏറ്റെടുക്കുകയും ചെയ്ത് തുടർന്നാണ് CBIയുടെ ഡൽഹി യൂണിറ്റ് ഈ കേസ് അന്വേഷണം നടത്തുന്നത്. ഈ ഡൽഹി യൂണിറ്റ് അന്വേഷണം നടത്തുന്ന സമയത്ത് ഇവരെല്ലാവരെയും
പ്രതി ചേർത്തു. അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 5 പോലീസ് ഉദ്യോഗസ്ഥരെ പ്രതി ചേർത്തു. ഇവർ ഹൈക്കോടതിയെ സമീപിച്ച് ജാമ്യം നേടിയിരുന്നു. ഇവർ മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുകയും മുൻകൂർ ജാമ്യം കോടതി അനുവദിക്കുകയും ചെയ്തു. CBI രജിസ്റ്റർ ചെയ്ത കേസിലായിരുന്നു ഇത്തരത്തിൽ മുൻകൂർ ജാമ്യത്തിന് കോടതിയെ സമീപിച്ച് മുൻകൂർ ജാമ്യം എടുത്തത്. അതേ തുടർന്നാണ് പിന്നീട് ഈ CBI ഈ കേസിന്റെ അന്വേഷണം പൂർത്തിയാക്കി ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു. ഈ കുറ്റപത്രത്തിൽ കൃത്യമായി പറയുന്നത് ഈ ഉദ്യോഗസ്ഥരുടെ ഗൂഢാലോചന തന്നെയാണ്. നമ്പിനാരായണനെ മർദ്ദിച്ചു, അത്തരത്തിലുള്ള മൊഴികൾ, അതാണ് ഏറ്റവും പ്രധാനം. ഈ നമ്പിനാരായണനെ മർദ്ദിച്ചിട്ടുണ്ടായിരുന്നു എന്നതിന്റെ മൊഴി, ഡോക്ടറുടെ മൊഴിയുണ്ട് എന്ന് ഈ കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. അത്തരത്തിലുള്ള ഡോക്ടറുടെ മൊഴി അടക്കമാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ ഗൂഢാലോചനയായിരുന്നു എന്ന് സ്ഥാപിക്കുകയാണ് CBI. ശരി ഷബ്ന, എന്തായാലും CBIയുടെ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു. ISRO ചാരക്കേസ് ഉദ്യോഗസ്ഥർ കെട്ടിച്ചമച്ചതെന്ന് തന്നെയാണ് CBI കുറ്റപത്രത്തിൽ പറയുന്നത്. ചാരക്കേസ് ഒരു ഗൂഢാലോചന ആയിരുന്നു എന്നും നമ്പിനാരായണനെ അറസ്റ്റ് ചെയ്തത് തെളിവില്ലാതെയെന്നും CBI കുറ്റപത്രത്തിൽ പറയുന്നു. ഷബ്ന സിയാദാണ് വിവരങ്ങൾ പങ്കുവച്ചത്.